ഹായ് എവ്രി വൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ Bcom കുട്ടികളുടെ QTയുടെ MCQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Bcomകാരതാണ് കേട്ടോ. രണ്ട് Bcomനും BBക്കും ഡിഫറെൻ്റ് ആണ് QTയും കോസ്റ്റ് അക്കൗണ്ടിങ്ങും. അപ്പോൾ ശ്രദ്ധിക്കും. First question, the techniques which provide the decision maker a systematic and powerful means of analysis to explore policies for achieving predetermined goals. അതായത് ഡിസിഷൻ മേക്കർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടും പവർഫുൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ഗോൾ അച്ചീവ് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ടെക്നിക്ക് ഏതാണ്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്. പ്രോഗ്രാമിംഗ് ടെക്നിക്ക് ആർ ജനറലി നോൺ ആസ്. പ്രോഗ്രാമിംഗ് ടെക്നിക്കിനെ പറയുന്ന മറ്റൊരു പേര് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് എന്നുള്ളതാണ്. ഡാഷ് ഈസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ. ഡിഫറൻഷിയേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സ് ഇൻറ്റഗ്രേഷൻ ആണ്. ഡാഷ് ഈസ് എ പവർഫുൾ ഡിവൈസ് ഡെവലപ്ഡ് ഓവർ ദി മെട്രിക്സ് ആൾജിബ്ര. മെട്രിക്സ് ആൾജിബ്രയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പവർഫുൾ ഡിവൈസാണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഡാഷ് ഈസ് ആൻ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക് വിച്ച് റിസംബിൾസ് എ റിയൽ ലൈഫ് സിറ്റുവേഷൻ. ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനൊക്കെ റിസംബിൾ ചെയ്യുന്ന ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്ക് ഏതാണ്? സിമുലേഷൻ ആണ്. ക്യൂയിങ് തിയറീനെ വിളിക്കുന്ന മറ്റൊരു പേര് വെയിറ്റിംഗ് ലൈൻ തിയറി. CPMൻ്റെ ഫുൾ ഫോം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ദ വേർഡ് കോറിലേഷൻ യൂഷ്വലി ഇംപ്ലൈസ്. കോറിലേഷൻ എന്ന് പറഞ്ഞ ടേം എന്തിനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ബോത്താണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ A ആൻഡ് B ആണ് കേട്ടോ. ബോത്ത് എന്നുള്ള ഓപ്ഷൻ C ആണ് ആൻസർ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഡെവലപ്പ് ചെയ്ത വർഷം 1733 When the values of two variables move the same direction. ഒരു വാരിയബിൾ അല്ലെങ്കിൽ രണ്ട് വാരിയബിൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് കോറിലേഷൻ എന്നുള്ളത്. ദെൻ ദ വാല്യൂസ് ഓഫ് ടു വേരിയബിൾസ് മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് നെഗറ്റീവ് കോറിലേഷൻ എന്നുള്ളതാണ്. When the amount of change in one variable leads to a constant ratio of change in another variable, അതായത് ഒരെണ്ണം ചേഞ്ച് ആയി അതേപോലെ തന്നെ കോൺസ്റ്റൻറ്റ് റേഷ്യോയിൽ മറ്റൊന്നിന് വ്യത്യാസം വന്നുകൊണ്ടുണ്ടെങ്കിൽ അതാണ് ലീനിയർ കോറിലേഷൻ. ദെൻ ഡാഷ് attempt to determine the degree of relationship between the variable. കോറിലേഷൻ അനാലിസിസ് ആണ് വേരിയബിൾസിൻ്റെ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ നോൺ ലീനിയർ കോറിലേഷനെ വിളിക്കുന്ന മറ്റൊരു പേര് കർവി ലീനിയർ കോറിലേഷൻ എന്നുള്ളതാണ്. ദ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസിനെ വിളിക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്നുള്ളതാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിലേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ R. R ആണ് ഡിനോട്ട് ചെയ്യുന്ന കോറിലേഷൻ്റെ. ദെൻ കോറിലേഷൻ ക്യാൻ ബി എന്തൊക്കെയാവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവും ആവാം. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എക്സ്പ്ലെയിൻസ് ദ ഡാഷ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഡയറക്ഷൻ അല്ലെങ്കിൽ ഡിഗ്രിയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഉദ്ദേശിക്കുന്നത്. ഇഫ് R ഈസ് ഈക്വൽ ടു +1, R +1 ആണെങ്കിൽ അതെന്താണ്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. എൻ അനാലിസിസ് ഓഫ് കോവാരിയൻസ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ഈസ് കോൾഡ് കോറിലേഷൻ അനാലിസിസ്. രണ്ടോ അതിലധികം വേരിയബിൾസ് തമ്മിലുള്ള ഒരു കോവാരിയൻസ് ആണ് അനലൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കോറിലേഷൻ അനാലിസിസ് എന്നുള്ളതാണ്. ദെൻ ദ സ്ക്വയർ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. നമ്മൾ കണ്ടുപിടിച്ച കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ സ്ക്വയർ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. ദെൻ ഇൻ കോറിലേഷൻ അനാലിസിസ് PE ഈസ് ഈക്വൽ ടു ഡാഷ് ഇൻറ്റു 0.6745. സ്റ്റാൻഡേർഡ് എറർ ആണ് ആൻസർ. ദെൻ ഇഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് മോർ ദാൻ ഡാഷ് ഓഫ് ഇറ്റ്സ് PE, കോറിലേഷൻ ഈസ് സിഗ്നിഫിക്കൻറ്റ്. 6 times ആണ് ആൻസർ. Then, if correlation between two variables are unity, there exists perfect correlation. Unity ഒരുപോലെയാണെങ്കിൽ അത് perfect correlation ആണ്. Dash is the study of correlation between one dependent variable with one independent variable ആണെങ്കിൽ അത് partial correlation ആയിരിക്കും. Dash is the study of correlation among three or more variables. മൂന്നോ അതിലധികം കോറിലേഷൻ വേരിയബിൾസിൻ്റെ കോറിലേഷൻ ആണെങ്കിൽ അത് മൾട്ടിപ്പിൾ കോറിലേഷൻ ആയിരിക്കും. 29ാമത്തെ ചോദ്യം, ഇൻ എ കോറിലേഷൻ അനാലിസിസ് ഇഫ് R ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനർത്ഥം എന്താ? നോ കോറിലേഷൻ. വെൻ R ഈസ് ഈക്വൽ ടു -1 വി മേ സേ ദാറ്റ് ദർ ഈസ് എ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന് നമ്മൾ അതിനെ പറയും.
Then if the ratio of change in one variable equal to the ratio of change in the other ആണെങ്കിൽ അത് ലീനിയർ ആണ്. നമ്മൾ ഇതിന് മുന്നേ ഒരെണ്ണം പറഞ്ഞിരുന്നു ഇതേപോലെ. ദെൻ പ്രൊഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ ഡെവലപ്പ് ചെയ്തത് കാൾ പിയേഴ്സൺ ആണ്. സ്പിയർസ്മാൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് R ആണ്. ഡാഷ് റെഫേഴ്സ് ടു അനാലിസിസ് ഓഫ് ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ആവറേജ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ് റിഗ്രഷൻ. ദെൻ Byx is the regression coefficient of the regression equation y on x. Scatter diagram of the various values of x, y gives the idea about functional relationship. The regression coefficient of regression equation x on y ആണെങ്കിൽ അത് bxy ആണ്. Then byxൻ്റെ y on x ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ദ ടേം റിഗ്രഷൻ എന്ന് പറഞ്ഞ ടേം കണ്ടുപിടിച്ചത് ആരാണ്? ഫസ്റ്റ് ആയിട്ട് അത് ഉപയോഗിക്കുന്നത് ആരാണ്? ഫ്രാൻസിസ് ഗാൽട്ടൺ ആണ്. ഇൻ ഡാഷ് റിഗ്രഷൻ ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് യൂസ് ടു എക്സ്പ്ലെയിൻ ദ ഡിപെൻഡൻറ്റ് വേരിയബിൾ. അത്തരം റിഗ്രഷൻ ലീനിയർ റിഗ്രഷൻ ആണ്. When two or more independent variables are used to explain or predict the dependent variable ആണെങ്കിൽ അത് മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണ്. Then regression lines are also called estimating lines. Regression linesനെ വിളിക്കുന്ന മറ്റൊരു പേര് estimating line എന്നാണ്. If the correlation between two variables x and y നെഗറ്റീവ് ആണെങ്കിൽ the regression coefficient of y on x ഉം നെഗറ്റീവ് തന്നെ ആയിരിക്കും. റാങ്ക് കോറിലേഷൻ ഡെവലപ്പ് ചെയ്തത് ചാൾസ് പിയേഴ്സ്മാൻ ആണ്. The regression coefficient and correlation coefficient of two variables will be the same if their standard deviation are same. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സെയിം ആണെങ്കിലാണ് അങ്ങനെ സെയിം ആയിട്ട് കാണിക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്. നമ്മൾ പറഞ്ഞു കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ സ്ക്വയർ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ്റെ സ്ക്വയർ റൂട്ട് നേരെ തിരിച്ച് സ്ക്വയർ റൂട്ടാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഡാഷ് റെഫേഴ്സ് ടു ദി ചാൻസ് ഓഫ് ഹാപ്പനിങ് ഓർ നോട്ട് ഹാപ്പനിങ്. നടക്കാം നടക്കാതിരിക്കാം, അതാണ് പ്രോബബിലിറ്റി. ദ ന്യൂമറിക്കൽ വാല്യൂ ഗിവൺ ടു ദ ലൈക്ലിഹുഡ് ഓഫ് ദി ഒക്യുറൻസ് ഓഫ് എൻ ഇവൻറ്റ്. ഒരു കാര്യം നടക്കാം നടക്കാതിരിക്കാം എന്ന് പറയുന്നതാണ് പ്രോബബിലിറ്റി. എവറി ഇൻഡികമ്പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റിനെ നമ്മൾ സാമ്പിൾ പോയിൻ്റ് എന്നാണ് വിളിക്കുക. സാമ്പിൾ പോയിൻറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേര് എലമെൻ്ററി ഔട്ട്കം എന്നുള്ളതാണ്. ഇനി ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ഔട്ട്കം എന്നുള്ളതാണ്. ഇനി ഡാഷ് ഹാസ് ടു ഓർ മോർ ഔട്ട്കംസ് വിച്ച് വേരി ഇൻ അൺപ്രഡിക്റ്റബിൾ മാനർ ഫ്രം ട്രയൽ ടു ട്രയൽ. അതിന് റാൻഡം എക്സ്പെരിമെൻറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. ആൻ ഇവൻറ്റ് ഹൂസ് ഒക്യുറൻസ് ഇസ് ഇൻവൈറ്റബിൾ ഈസ് കോൾഡ് ഷുവർ ഇവൻറ്റ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇവൻ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഷുവർ ഇവൻറ്റ് എന്നാണ്. ഇനി ഇമ്പോസിബിൾ ആണ്, അത് നടക്കാൻ സാധ്യതയില്ല, ഇമ്പോസിബിൾ ആണെന്ന് പറയുന്ന ഇവൻ്റാണ് ഇമ്പോസിബിൾ ഇവൻറ്റ്. ദെൻ നമുക്ക് ഉറപ്പില്ല, നെയ്തർ ഷുവർ നോർ ഇമ്പോസിബിൾ. ചിലപ്പോൾ ഷുവറായിട്ടും വരാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. അത്തരം ഇവൻ്റാണ് അൺസർട്ടൈൻ ഇവൻറ്റ്. ആൻഡ് എ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് ആർ സെറ്റ് ടു ബി ഡാഷ് ഇഫ് ദ ഒക്യുറൻസ് ഓഫ് വൺ ഓഫ് ദം എക്സ്ക്ലൂസ് ദ പോസിബിലിറ്റി ഓഫ് ദി ഒക്യുറൻസ് ഓഫ് ദി അതർ. ഒരെണ്ണം നടന്നതുകൊണ്ട് മറ്റൊന്ന് നടക്കാൻ സാധ്യതയുണ്ട്. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഡാഷ് റെഫേഴ്സ് ടു ദി അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ. പെർമ്യൂട്ടേഷനാണ് ഒബ്ജക്ട്സിനെ കറക്റ്റ് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നത് പെർമ്യൂട്ടേഷനാണ്. ദെൻ ഒരു ഓർഡർ കൺസിഡർ ചെയ്യാതെ നമ്മൾ ഒബ്ജക്ട്സിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് കോമ്പിനേഷൻ. ദെൻ 12C12 is equal to 1. എ സെറ്റ് വിച്ച് കണ്ടെയ്ൻ നോ എലമെൻറ്റ്. ഒരു എലമെൻറ്റും ഇല്ലാത്തത് നൾ സെറ്റാണ്. ക്ലാസിക്കൽ പ്രോബബിലിറ്റി ഈസ് ഓൾസോ കോൾഡ്. ക്ലാസിക്കൽ പ്രോബബിലിറ്റീനെ പറയുന്ന മറ്റ് പേര് ഓൾ ദി അബവ്. എല്ലാം പറയൂ കേട്ടോ. വെൻ ടു ഇവൻറ്റ്സ് കനോട്ട് ഒക്യൂർ ടുഗെദർ ഈസ് കോൾഡ്. രണ്ട് ഇവൻറ്റ്സ് ഒരിക്കലും ഒരുമിച്ചാവില്ല എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ദ പ്രോബബിലിറ്റി ഓഫ് എ ഷുവർ ഇവൻറ്റ് 1 ആണ്. ടു ഇവൻറ്റ്സ് ആർ സെറ്റ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഇഫ് വൺ ഡസ് നോട്ട് എഫക്ട് ദ ഒക്യുറൻസ് ഓഫ് ദി അതർ. ഒരെണ്ണം മറ്റൊന്നിൻ്റെ ഒക്യുറൻസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അത് ഇൻഡിപെൻഡൻ്റ് ആണ്. രണ്ട് ഇവൻറ്റ്സും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ലൈസ് ബിറ്റ്വീൻ. പ്രോബബിലിറ്റി എപ്പോഴും 0 and 1 കിടക്കുക. ഇഫ് in tossing a coin, getting head and getting tails are mutually exclusive events ആണ്. If two events A and B are mutually exclusive, then P of A union B is equal to P of A union B എന്ന് പറയുന്നത് P of A plus P of B ആണ്. If two events A and B are not mutually exclusive, the P
ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അടുത്തത്, ദ ഡെഫിനിഷൻ ഓഫ് പ്രിയോറി പ്രോബബിലിറ്റി വാസ് ഒറിജിനലി ഡെവലപ്ഡ് ബൈ ലാപ്ലേസ്. ഈ പ്രിയോറി പ്രോബബിലിറ്റീൻ്റെ ഡെഫിനിഷൻ ഒറിജിൻ ചെയ്തിരിക്കുന്നത് ലാപ്ലേസിൽ നിന്നാണ്. ഡാഷ് റിഫേഴ്സ് ടു ദി ടോട്ടാലിറ്റി ഓഫ് ഓൾ ദി എലമെൻ്ററി ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ എല്ലാ ഔട്ട്കത്തിൻ്റെയും ഒരു ടോട്ടാലിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. ദ സം ഓഫ് പ്രോബബിലിറ്റി ഓഫ് ഓൾ പോസിബിൾ എലമെൻ്ററി ഔട്ട്കം 1 ആയിരിക്കും. ചാൻസ് ഫോർ ആൻ ഇവൻറ്റ് മേ ബി എക്സ്പ്രസ്ഡ് ആസ്, ചാൻസ് നമ്മൾ പെർസെൻറ്റേജിലും പ്രൊപ്പോർഷനും റേഷ്യോയിലും ഒക്കെ നമുക്ക് പറയാം. സോ ഓൾ ദി എബവ് ആണ് ആൻസർ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ വിളിക്കുന്ന മറ്റൊരു പേര് ബെർണോലി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ മീനിനെ നമ്മൾ പറയുന്നത് എൻ പി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്തൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്? ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. ദെൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ originated by James Bernoulli. When probability is revised on the basis of all the available information is called posterior probability. Dash refers to the probabilities before making revision on the basis of all the available information. നമ്മുടെ കയ്യിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും വെച്ചിട്ട് നമ്മളൊരു പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ അതാണ് പ്രിയോറി പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ബേസ് തിയറം ഈസ് ബേസ്ഡ് അപ്പോൺ ദ ഇൻവേഴ്സ് പ്രോബബിലിറ്റി. അത് യെസ് ഓർ നോ ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ് ആണ് ആൻസർ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾസോ കോൾഡ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. യെസ്, അങ്ങനെ പറയാറുണ്ട്. ദ ഹൈറ്റ് ഓഫ് പേഴ്സൺ ഇൻ എ കൺട്രി ഈസ് എ റാൻഡം വേരിയബിൾ. ഹൈറ്റ് ഓഫ് എ പേഴ്സൺ ഇൻ എ കൺട്രി ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. വെൻ ദ വാല്യൂ ഓഫ് വേരിയബിൾ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഇറ്റ് ഈസ് കോൾഡ് എ റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിൾ ഈസ് ഓൾസോ കോൾഡ് ബോത്ത്. ഓപ്ഷൻ എയും പറയും ബിയും പറയും, ബോത്ത് ആണ് ആൻസർ. If the random variable of a probability distribution assumes specific values only, then it is called a discrete probability distribution. If the random variable of a probability distribution assumes any value in a given interval, it is called a continuous probability distribution. NPQ is the variance of binomial distribution. Binomial distribution variance ആണ് NPQ. അടുത്ത ചോദ്യം, ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പ്രോബബിലിറ്റി പി ഓഫ് സക്സസ് ആൻഡ് ക്യൂ ഓഫ് ദ ഫെയിലിയർ, ദ റിലേഷൻ ബിറ്റ്വീൻ ദ മീൻ ആൻഡ് വേരിയൻസ് എന്ന് പറയുന്നത് മീൻ ഗ്രേറ്റർ ദാൻ വേരിയൻസ് ആയിരിക്കും. ഇൻ എ ഡാഷ് ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് ഈക്വൽ ടു വേരിയൻസ്. മീനും വേരിയൻസും ഈക്വൽ ആയിട്ടുള്ളത് ഏത് ഡിസ്ട്രിബ്യൂഷനിലാണ്? പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലാണ്. ദെൻ ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ദ പാരാമീറ്റർ എൻ ടേക്ക് ഡാഷ് വാല്യൂസ്, ഫിനിറ്റ് വാല്യൂസ്. Poisson distribution is the limiting form of dash. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ലിമിറ്റിംഗ് ഫോമാണ് Poisson distribution എന്ന് പറയുന്നത്. Then Poisson distribution is a probability distribution. Poisson distribution എന്ന് പറയുന്നത് discrete probability distribution ആണ്. അടുത്ത ചോദ്യം, Poisson distribution is originated by Simon Dennis Poisson. In Poisson distribution, mean is denoted by, Poisson distributionൽ mean എം ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, സ്മോൾ ലെറ്റർ എം. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡാഷ് ഡിസ്ട്രിബ്യൂഷൻ. അതൊരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ദ വാല്യൂ ഓഫ് ഇ എന്ന് പറയുന്നത് 2.718 ആണ്. ഇനി മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ടു എം. ഇഫ് ടു ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, their sum follow binomial distribution. Number of parameters of the binomial distribution 2 ആയിരിക്കും. When there are two variables considered, the regression equation obtained is called simple. അതായത് രണ്ട് വേരിയബിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് റിഗ്രഷൻ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് സിമ്പിളായിട്ടാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ഡാഷ് ഇൻ 1733. ഡി മോയ്വർ എന്ന് പറഞ്ഞ ആളാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ് ഡിസ്കവർ ചെയ്യുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡാഷ് ഡിസ്ട്രിബ്യൂഷൻ ഗിവ്സ് എ നോർമൽ ബെൽ ഷേപ്പ്ഡ് കർവ്. ബെൽ ഷേപ്പ്ഡ് കർവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് കൊടുക്കുന്നത്. ഹൈറ്റ് ഓഫ് ദി നോർമൽ കർവ് ഈസ് അറ്റ് ഇറ്റ്സ് മാക്സിമം അറ്റ് ദ മീൻ. മീനിൻ്റെ ടൈമിൽ നോർമൽ കർവ് മാക്സിമത്തിലായിരിക്കും അതിൻ്റെ ഹൈറ്റ്. ദ നോർമൽ കർവ് ഈസ് യൂണി മോഡൽ. Mean, median, mode are equal for a dash distribution, normal distribution. Normal distribution is
ഡാഷ് കണ്ടിന്യൂസ് ആണ്, യൂണിമോഡലാണ്, സിമെട്രിക്കലാണ്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വന്നിരിക്കുന്നത്. Then the area under the standard normal curve beyond the lines is 5%. 5% ആണ് ആൻസർ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു മെസോകർട്ടിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇൻ എ ഡാഷ് ഡിസ്ട്രിബ്യൂഷൻ ക്വാർട്ടൈൽസ് ആർ ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം മീഡിയൻ. ഇൻ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണ് ക്വാർട്ടൈൽസ് ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം മീഡിയനിലായിട്ട് നിൽക്കുന്നത്. ഇനി എ ഡാഷ് is a decision support tool that uses a tree like graph or model. Decision tree ആണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. വാട്ട് ഈസ് എ ഡിസിഷൻ ട്രീ? ഒരു ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഫ്ലോ ചാർട്ട് ആൻഡ് സ്ട്രക്ചർ ഇൻ വിച്ച് internal node represent the test on an attribute. Each branch represent the outcome of test and each leaf node the present class label. Then choose from the following that are decision tree nodes. ഇതിൽ ഏതാണ് decision tree nodes? All of the above ആണ് ആൻസർ. Decision nodes are represented by squares. Chance nodes are represented by circle. End nodes are represented by triangles. Then in linear programming, unbounded solution means infinite solution എന്നാണ് അറിയപ്പെടുന്നത്. Dash are the whose values are to be determined from the solution of LLP, decision variables ആണ്. Then dash specify the objectives or goals of solving LLP. LLP സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗോള് അതെന്തിനാണ് സ്പെസിഫൈ ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദി ഡിസിഷൻ വേരിയബിൾസ്. ഡാഷ് ആർ ദി റെസ്ട്രിക്ഷൻസ് ഓർ ലിമിറ്റേഷൻസ് ഇമ്പോസ്ഡ് ഓൺ ദി LLP. കൺസ്ട്രെയിൻസ് ആണ് LLPയിലെ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഡാഷ് റീജിയൻ ഓഫ് ഫീസിബിൾ സൊല്യൂഷൻ ഇൻ LLP ഗ്രാഫിക്കൽ മെത്തേഡിന് പറയുന്ന പേര് ഫീസിബിൾ റീജിയൻ എന്നുള്ളതാണ്. അപ്പോൾ 120 ക്വസ്റ്റ്യൻസാണ് ബികോമുകാർക്ക് QTയിൽ വന്നിരിക്കുന്നത്. QT ഓൾറെഡി ഞാൻ എടുക്കാത്തൊരു സബ്ജക്റ്റാണ്. പക്ഷേ MCQ ഒത്തിരി കുട്ടികൾ ജസ്റ്റ് വായിച്ചിട്ടാണെങ്കിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആൻസേഴ്സ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ചെയ്യാനായിട്ട് ഞാൻ എടുക്കാത്തൊരു സബ്ജക്റ്റാണിത്. നമ്മളതിൻ്റെ തിയറിയൊക്കെയാണ് കുറച്ച് എടുക്കാറുള്ളൂ, പ്രോബ്ലം വൈസായിട്ട് ഞാൻ എടുക്കാറില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആൻസർ കീയും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാനിവിടെ ആൻസർ കീ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പോസ് ചെയ്തിട്ട് ആൻസേഴ്സ് ഒന്ന് കറക്റ്റ് ആണെങ്കിൽ നോക്കിക്കോളൂ, കറക്റ്റ് അല്ലേ എന്നൊന്ന് നോക്കിക്കോളൂ കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.